ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 21 1 മുതൽ 3 വരെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതത്തിലാണ് നാം നിൽക്കുന്നത്. പുതിയ ചിന്തകളോടും പ്രതീക്ഷകളോടും കൂടെ ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന രംഗങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാടിലേക്കാണ്. പുതിയ യെരുശലേമിനെയും പുതിയ സൃഷ്ടിയെയും കുറിച്ചുള്ള ദർശനത്തോടെ യോഹന്നാൻ്റെ വെളിപ്പാട് അതിൻ്റെ ഏറെക്കുറെ അത്യുച്ചകോടിയിൽ എത്തി നിൽക്കുകയാണ്. അത് ഈ പുസ്തകത്തിൻ്റെയും വേദപുസ്തകത്തിൻ്റെയും അവസാന ഭാഗമാണ്. ആദ്യ ആകാശത്തിൻ്റെയും ആദ്യ ഭൂമിയുടെയും അന്ത്യത്തെക്കുറിച്ച്, ചരിത്രത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് അത് പറയുന്നു. ദൈവം നിവർത്തിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയെക്കുറിച്ചും അത് പറയുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് മാത്രം പറയുന്നതാണ് ഈ ഉപസംഹാര അധ്യായങ്ങൾ എന്നും അതിന് നമ്മുടെ വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവും ഇല്ലെന്നും ചിന്തിക്കുന്ന വേദപുസ്തക പഠിതാക്കളുണ്ട്. ചില വായനക്കാരും ഒരു പക്ഷെങ്കിൽ ആ ഒരു നിഗമനത്തിലേക്ക് എത്താം. എന്നാൽ ഇത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് പറയുന്നവൻ ഭാവിയിൽ മാത്രം പ്രവർത്തിക്കുന്നവനല്ല, അവൻ അൽഫയും ഒമേഗയുമാണ്. ദാഹിക്കുന്നവർക്ക് ഒരു പ്രോത്സാഹനമായും ഭീരുക്കൾക്കും നുണ പറയുന്നവർക്കും ഒരു മുന്നറിയിപ്പായും ഇത് എഴുതി വയ്ക്കാൻ അവൻ യോഹന്നാനോട് പറയുന്നു. ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും ദൈവനഗരത്തിലേക്ക് കൊണ്ടുവരുന്നതായി നാം കാണുന്നുണ്ട്. അതുകൊണ്ട് അന്ത്യം ഒരേ സമയം നിവൃത്തിയാകലും പൂർത്തീകരണവുമാണ്. ഈ തുടർന്നുള്ള അധ്യായങ്ങൾ വേദപുസ്തകത്തിലെ മുഴുവൻ പ്രത്യാശയുടെയും സംഗ്രഹമാണ്. ഈ ദർശനങ്ങൾ നമ്മെ നിലനിർത്താനും വർത്തമാനകാലത്തിന് വേണ്ടി നമ്മെ സജ്ജരാക്കാനും ഉദ്ദേശിച്ച് ഉള്ളതാണ്. അപ്പോൾ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 65 അധ്യായത്തിൽ, അതുപോലെ 66 അധ്യായത്തിലും ഈ ഒരു ഭാഗമുണ്ട്. ആ ഒരു പ്രവചനം തുടക്കത്തിൽ തന്നെ യോഹന്നാൻ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രം. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കഴിഞ്ഞുപോയി. ആധുനിക ഉപഭോക്താക്കൾ ഉപയോഗശൂന്യമായ സാധനങ്ങൾ നശിപ്പിക്കുകയോ എറിഞ്ഞു കളയുകയോ ചെയ്യുന്നത് പോലെ ആദ്യത്തെ ആകാശത്തെയും ആദ്യത്തെ ഭൂമിയെയും ദൈവം നശിപ്പിക്കുന്നതായി യോഹന്നാൻ പറയുന്നില്ല. 11 അധ്യായത്തിൻ്റെ 18 ഭൂമിയെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും എന്ന് നമ്മൾ വായിച്ചു.
ആഗമന വേദപുസ്തക സാക്ഷ്യം ദൈവത്തിന് ഭൂമിയോട് ഒരു ഉടമ്പടി ഉണ്ടെന്നും അത് നിലനിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നതുമാണ്. എങ്കിലും ആകാശവും ഭൂമിയും പ്രപഞ്ചവും മനുഷ്യജീവികളെ പോലെ കടന്നു പോകാനുള്ളതാണ്. നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷ നേടാനാവില്ല. കാരണം മനുഷ്യൻ മർത്യനാണ്. ഭൂമി ഒരു ശൈഥല്യത്തിന് വിധേയമാണ്. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിലാണ്. അത് പൗലോസിൻ്റെ ഒരു ദൈവശാസ്ത്രമാണ്. ദ്രവത്വത്തിൻ്റെ ഈ പ്രക്രിയ പാപവുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമിയും ആകാശവും ന്യായാധിപനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. അവ ഭീകരതയുടെ രംഗമായിരുന്നു. 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. അത് ആയിരുന്നതുപോലെ ഇനി ആയിരിക്കാൻ കഴിയില്ല. ശക്തി ചോർന്നു പോയവരും മുറിപ്പാടുകൾ ഉള്ളവരുമായി തീർന്ന അവർക്ക് ദൈവം ഒരുക്കുന്ന ഭാവിയിൽ സ്ഥാനമില്ല. പുതിയ ആകാശം എന്ന് കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് എന്ന് സംശയമുണ്ടാവാം. ആകാശവും സൃഷ്ടിയുടെ ഭാഗമാണ്. ഈ ഭൂമിയുടെ മീതെ ഉള്ളത് തന്നെ. വെളിപ്പാട് പുസ്തകത്തിൽ മൊത്തമായി നാം കാണുന്നതനുസരിച്ച് ഭൂമിയിൽ സംഭവിക്കുന്നതെല്ലാം ആകാശത്തെയും ബാധിക്കും. സ്വർഗത്തിൽ ആത്മാക്കൾ ഇനി എത്ര കാലം വേണ്ടി വരും എന്ന് നിലവിളിക്കുന്നു 6-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യത്തിൽ. ഭൂമിയിൽ കൊല്ലപ്പെട്ട കുഞ്ഞാട് സ്വർഗത്തിൽ മുറിപ്പാടുള്ളതായാണ് കാണുന്നത്. ഈ ഭൂമിയിൽ നമുക്കറിയാം, ചരിത്രത്തിൽ സ്ത്രീകൾക്കെതിരായി ഭൂമിയിൽ പുരുഷന്മാർ നടത്തിയിട്ടുള്ള അറുതിയില്ലാത്ത അതിക്രമങ്ങളെ സ്വർഗത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മറ്റ് മനുഷ്യരോട്, സഹജീവികളോട് ചെയ്ത അതിക്രമങ്ങളെ എങ്ങനെയാണ് സ്വർഗം മറക്കുക? ഉദാഹരണം പറഞ്ഞാൽ 6 ലക്ഷം യഹൂദന്മാരോളം കൊല്ലപ്പെട്ട ഓഷ്വിറ്റ്സിലും മറ്റുമായി യഹൂദ തടങ്കൽ പാളയങ്ങളിലെ ഗ്യാസ് ചേംബറുകളിൽ നിന്ന് ഉയർന്ന നിലവിളിയും പുകയും സ്വർഗം മറക്കില്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ ഉയർന്ന പുകച്ചുരുളും അവിടെ നിർമൂലനം ചെയ്യപ്പെട്ടവരും സ്വർഗത്തിൻ്റെ ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽക്കുന്നു. ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട, തള്ളപ്പെട്ട, കൊല്ലപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നതാണ്. ബോവോസാക്ക് പറയുന്ന ഒരു കാര്യം, സഭയും ദൈവശാസ്ത്രവുമൊക്കെ ഇങ്ങനെയുള്ള അതിക്രമങ്ങളെ ചരിത്രത്തിൽ പലപ്പോഴും നീതീകരിച്ചിട്ടുണ്ട്. ദൈവശാസ്ത്രവാദങ്ങളൊക്കെ നിരത്തി ചില സഭാ നേതാക്കന്മാർ പോലും സ്ത്രീ പീഡനത്തിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. യൂറോപ്പിലെ ധാരാളം മന്ത്രവാദിനികൾ ചുട്ടരിക്കപ്പെട്ടത് സഭയുടെ നേതൃത്വത്തിലാണ്. ക്രിസ്തീയ ദൈവശാസ്ത്രജ്ഞന്മാരും ആരാധനാക്രമങ്ങളും യഹൂദ പീഡനത്തെ മുൻപ് ചരിത്രത്തിൽ ഉടനീളം ന്യായീകരിച്ചിട്ടുണ്ട്. ഹിരോഷിമയിൽ നമുക്കറിയാം, ഹിരോഷിമയിൽ ബോംബിട്ട ആ ഒരു സംഘത്തിൽ ഒരു ചാപ്ലൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് പറഞ്ഞു, തങ്ങളുടെ ദൗത്യം വിജയകരമായി, അതിന് പ്രത്യേക ഒരു സ്തോത്ര പ്രാർത്ഥനാ യോഗം നടത്തി എന്ന്. ഇത് ഒരിക്കലും ദൈവിക നിലപാടുകളോട് യോജിക്കുന്നതല്ല. അതുകൊണ്ട് ഭൂമിയിലെ അതിക്രമങ്ങളെല്ലാം സ്വർഗത്തിലും എത്തപ്പെടും. ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും അനിവാര്യമാണ്. ഇന്ന് നമ്മൾ കാണുന്നതിൽ നിന്ന് സമൂലമായ മാറ്റം ആവശ്യമാണ്. മരണത്തിൽ നിന്നുള്ള ഉയിർത്തെഴുന്നേൽപ്പ് പോലെ പുതിയ ഒന്ന്, വിത്തിന് എന്ന പോലെ ഒരു നൈരന്തര്യം ഉണ്ട്. പുതിയ ഒരു പ്രപഞ്ചത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതായി യോഹന്നാൻ പറയുന്നില്ല. പുതുമ എന്നത് ദൈവം അത്ര കണ്ട് സ്നേഹിച്ച പഴയ ലോകത്തിൻ്റെ സമ്പൂർണമായ രൂപാന്തരമാണ്.
ഈ വിമോചനത്തിന് വേണ്ടിയാണ് ദൈവവുമായുള്ള മഹത്വകരമായ ജീവിതത്തിനായി ആദ്യത്തെ സൃഷ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നാശമില്ലാത്ത മഹത്വം ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. കണ്ടാലും മനുഷ്യരുടെ മധ്യേ ദൈവത്തിൻ്റെ നിവാസം. അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവൻ്റെ ജനങ്ങൾ ആയിരിക്കും. ഇത് വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയായിരിക്കും. അത് ഇസ്രായേലിൻ്റെ ഉദ്ധാനം ദർശിക്കുന്ന അധ്യായത്തിൻ്റെ അവസാന ഭാഗം, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 27-ാം വാക്യത്തിൽ കാണുന്നത് യോഹന്നാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ജനങ്ങൾ എന്ന ബഹുവചന രൂപമായിരിക്കും ആദ്യ രൂപം. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ 4-ാം വാക്യവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവം താൻ അവരോട് കൂടെ. ഇതൊരു വലിയ ഉറപ്പാണ്. ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവം നമ്മോട് കൂടെ. അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേലിന് നൽകിയ ഉറപ്പും ഏറെക്കുറെ അങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലൊക്കെ നമുക്കത് വായിക്കാം. യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തോട് കൂടി നമുക്കെല്ലാവർക്കും നൽകപ്പെട്ടതും ഇതാണ്: ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഈ ദൈവനാമത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തിയാണ് ഈ പുതിയ സൃഷ്ടി. ദുർബലരോടും ദരിദ്രരോടും ദുരിതമനുഭവിക്കുന്നവരോടുമുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ ഐക്യദാർഢ്യം. ദൈവം എല്ലാവരോടും കൂടെ, എല്ലാവർക്കും എല്ലാം ആയിരിക്കുമ്പോൾ സഫലീകരണത്തിലെത്തുന്നു. ആ മഹത്വകരമായ സാന്നിധ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് വേദനയുടെയും മരണത്തിൻ്റെയും എല്ലാ ശക്തികളും എന്നേക്കുമായി മാറ്റപ്പെട്ടു എന്നാണ്. ശൂന്യതയുടെയും മൃഗത്തിൻ്റെയും ഉറവിടമായ സമുദ്രം ഇനിയില്ല. അവസാനത്തെ ശത്രുവായ മരണവും നീങ്ങിപ്പോകും. വിലാപവും നിലവിളിയും ദുഃഖവും ഇനിയില്ല. അവയെല്ലാം കഴിഞ്ഞുപോയ ആദ്യത്തെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഭാഗമായിരുന്നു. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം എപ്പോഴും നമ്മോട് കൂടെ. നമ്മുടെ വേദനകളിൽ ദൈവം നമ്മുടെ പങ്കാളി, നമ്മുടെ സന്തോഷത്തിൽ ദൈവം നമ്മുടെ പങ്കാളി. നമ്മെ ഒറ്റപ്പെട്ട വിധത്തിൽ തള്ളിക്കളയുന്നവനല്ല ദൈവം, എപ്പോഴും കൂടെയുള്ള ദൈവം. ആ ഒരു ഉറപ്പ് വേദപുസ്തകം നൽകുന്ന ഉറപ്പാണ്, അല്ലെങ്കിൽ സ്വർഗം ഭൂമിക്ക് നൽകുന്ന ഉറപ്പാണ്. അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പിനായി സ്തോത്രം. കാലാകാലങ്ങളിൽ തൻ്റെ ജനത്തിന് ഈ വലിയ ഉറപ്പ് അവിടുന്ന് നൽകി ധൈര്യപ്പെടുത്തി പ്രത്യാശയിൽ ജീവിപ്പാൻ സഹായിക്കുന്നുവല്ലോ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. വഴി നടത്തണമേ, ആലോചകനായി കൂടെ ഇരിക്കണമേ, കൈവിടാത്തവനായി കരുതിക്കൊള്ളണമേ, വരാമായിരിക്കുന്ന ആപത്ത് അനർത്ഥങ്ങൾ വിടുവിക്കണമേ. ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി വിശ്വസ്തമായി നിർവഹിപ്പാനുള്ള ബലം നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ വിചാരമണ്ഡലങ്ങളിലും പ്രവർത്തന ഇടങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യമൊപ്പം ഉണ്ടായിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും പുതിയ ദർശനത്തിൻ്റെയും പ്രതീക്ഷയുടെയും വർഷം ദാനമായി നൽകുമാറാകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.